സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചതിന് ശേഷവും അതിനു മുൻപും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് മുസ്ലിം സമുദായം. ബ്രിട്ടീഷ് ഭരണകാലത്ത് സമാനതകളില്ലാത്ത വെല്ലുവിളികൾ മുസ്ലിമുകൾ നേരിട്ടു. ഇതിന് പ്രതിരോധമെന്നോണം രാജ്യവ്യാപകമായി ഉലമാക്കൾ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ബാഖിയാത്തുസ് സാലിഹാത്ത് ഉൾപ്പെടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മതപഠന കേന്ദ്രങ്ങൾ ഉയർന്നുവന്നു. ഇത്തരത്തിൽ മുസ്ലിം മതപണ്ഡിതർ പ്രതിസന്ധികളെ തരണം ചെയ്തത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ്. സാമൂഹിക ചുറ്റുപാടുകൾക്കനുസൃതമായ മാറ്റങ്ങൾ മുസ്ലിം സമൂഹത്തിന് അനിവാര്യമായിരുന്നു. വൈജ്ഞാനികപരമായ മുന്നേറ്റങ്ങളാണ് സമൂഹത്തിന്റെ ആത്യന്തികമായ ഉന്നതിയെ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ എന്നതാണ് പണ്ഡിതവൃന്ദം മനസ്സിലാക്കുന്നത്. ഇസ്ലാമിനെതിരെയുള്ള ഒളിയമ്പുകൾ ധിഷണമായ അറിവുള്ളവർക്ക് ചെറുത്തുനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ്. അങ്ങനെയാണ് കേരളത്തിലെ ഉയർന്നുവരുന്ന പുത്തനാശയങ്ങളിൽ നിന്ന് സാധാരണക്കാരെ സംരക്ഷിക്കേണ്ടതിന്റെ ഉത്തരവാദിത്ത ബോധം അവർ ഏറ്റെടുക്കുകയുണ്ടായത്. അതിന്റെ ഏകോപനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെ കേരളത്തിന് വിഭാവനം ചെയ്യുകയുണ്ടായി. വിജ്ഞാനത്തെ ഒരായുധമാക്കി മുന്നോട്ട് വെക്കുകയും ശത്രുക്കളെ ആശയങ്ങളെ കൊണ്ട് മുട്ടുമടക്കുകയും ചെയ്തു. ഈ ദർശനം പിൻതലമുറയെ കൂടി ബോധവാന്മാരാക്കാൻ കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡ് സജ്ജീകരിക്കാൻ മുന്നോട്ട് വന്നു. മദ്രസകളിലൂടെ വിദ്യാർത്ഥികൾക്ക് ദിശാബോധവും ആദർശബോധവും വളർത്തിക്കൊണ്ടിരുന്നു. സാമൂഹിക വ്യതിരിക്തകളിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ സമസ്തയിലൂടെ കേരളം കണ്ടറിഞ്ഞു. 10,000-ലധികം മദ്രസകളിലൂടെ ലക്ഷക്കണക്കായ കുട്ടികൾക്ക് ഇസ്ലാമിക പാഠ്യങ്ങളും ആദർശബോധവും നൽകിയ ഈ പ്രസ്ഥാനത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുകയുണ്ടായി. ഇതിൽ വിദ്യാർത്ഥികളെ അവരുടെ മതപഠനത്തോടുകൂടെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രാപ്തരാക്കുന്ന ഒരു സമന്വയ പാഠ്യ പദ്ധതിയാണ് സമസ്ത മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെയാണ് ദർസി സമ്പ്രദായത്തിൽ നിന്ന് ശരിയാത്ത് കോളേജുകളും ദഅ്വ കോളേജുകളും കുല്ലിയകളും ഉയർന്നുവരുന്നത്. ഈ ഒരു ലക്ഷ്യമാണ് ജാമിഅത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയയിലൂടെ സമസ്ത മുന്നോട്ട് വെച്ചത്. ഖുർആൻ, ഹദീസ്, ഫിഖ്ഹ് പഠനങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ പ്രധാന സർവകലാശാലകളുടെ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ സാമൂഹിക ചുറ്റുപാടുകളിൽ കൃത്യമായ നിലപാടുകളുള്ള ഒരു കൂട്ടം പണ്ഡിതരെ ഇതിലൂടെ വാർത്തെടുക്കുകയാണ് ഉദ്ദേശം. ലോകത്തിന്റെ ഏത് കോണിൽ ചെന്ന് സംസാരിക്കാനും തന്റെ വിശ്വാസത്തെയും സംസ്കാരത്തെയും ആധുനിക ലോകത്തിന് മുൻപിൽ കൃത്യമായി അവതരിപ്പിക്കാനും കഴിയുന്ന ഒരു പുതിയ പണ്ഡിത സമൂഹത്തെ ഇതിലൂടെ സമസ്ത നേടിയെടുത്തു. ധാർമ്മികതയും അക്കാദമിക മികവും കൈകോർക്കുന്ന ഒരു സംസ്കാരം സമൂഹത്തിൽ വേരുറപ്പിക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ കാതൽ. മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസം ഒരുപോലെ നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധാനമാണ് ജാമിഅത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ. 12,000-ലധികം വിദ്യാർത്ഥികൾ 300-ലധികം അഫിലിയേറ്റഡ് കോളേജുകളിൽ ഇന്ന് വിദ്യ അഭ്യസിക്കുന്നുണ്ട്. ഇവരെ സാമൂഹിക ദിശാബോധമുള്ളവരായി വളർത്തിയെടുക്കാൻ 2,000-ലധികം മതഭൗതിക പണ്ഡിതന്മാരും ജാമിഅത്തുൽ ഹിന്ദിന്റെ കീഴിൽ തന്നെ സേവനമനുഷ്ഠിച്ചു വരുന്നു. മതപാണ്ഡിത്യത്തോടൊപ്പം തന്നെ സിവിൽ സർവീസ്, അഡ്വക്കേറ്റ്, ഡോക്ടർ, എഞ്ചിനീയറിംഗ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് മുതലായ പല ഉന്നത മേഖലകളിലും ജാമിഅത്തുൽ ഹിന്ദിന്റെ അലുമിനികൾ ഇന്ന് സജ്ജരാണ്. നൂറുകണക്കിന് വിദേശ യൂണിവേഴ്സിറ്റികളിൽ, സർക്കാർ ഇതര സർവീസുകളിൽ, ഗവേഷണ രംഗത്ത്, പോളിസി ക്രിയേഷൻ മേഖലകളിൽ, പ്രാസ്ഥാനിക നേതൃത്വങ്ങളിൽ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഹാദി ബിരുദധാരികൾ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. 7ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയവരെയും 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയവരെയുമാണ് ജാമിഅയിൽ തിരഞ്ഞെടുക്കുന്നത്. ഹൈസ്കൂൾ ലെവൽ പഠനം ഫൗണ്ടേഷനും ഹയർ സെക്കൻഡറി പഠനം ഇന്റർമീഡിയറ്റുമായിട്ടാണ് ജാമിഅത്തുൽ ഹിന്ദിൽ വിദ്യാഭ്യാസം തുടങ്ങുന്നത്. അതോടൊപ്പം വിദ്യാർത്ഥികളുടെ അഭിരുചിക്കുതകുന്ന വിവിധ ബിരുദ പഠനങ്ങളും ജാമിഅയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നൽകി വരുന്നു. തുടർന്ന് ബിരുദാനന്തര ബിരുദവും നേടി സാമൂഹിക നേതൃത്വത്തിലേക്ക് ഈ മതപണ്ഡിതരെ ജാമിഅത്തുൽ ഹിന്ദ് വഴികാട്ടുന്നു. റിസർച്ച് പ്രൊജക്ട് പോലെയുള്ള അക്കാദമിക് സംവിധാനങ്ങളിലൂടെ ഇസ്ലാമിക പഠനങ്ങളെ ഗവേഷണ നിലവാരത്തിലേക്ക് ഉയർത്തുന്ന സംവിധാനവും ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. അഡ്വാൻസ്ഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകളും ചുരുങ്ങിയ കാലയളവിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്ന വിദ്യാഭ്യാസ പ്രോഗ്രാമുകളും ഇതിന്റെ ഭാഗമാണ്.
ഈ ഒരു അവസരമാണ് ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ സമൂഹത്തിലേക്ക് തുറന്നുവെക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലും സാമൂഹിക സാമ്പത്തിക മേഖലകളിലും വിദ്യാർത്ഥികൾ ചെറുപ്രായത്തിൽ തന്നെ പഠനം തുടങ്ങി ഇന്ന് ലോകോത്തര നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന രൂപത്തിലേക്ക് ജാമിയയുടെ നിലവാരം ഉയർന്നു വന്നു. കർമ്മശാസ്ത്രത്തിൽ പ്രാധാന്യം നൽകിയ പൊന്നാനി മഖ്ദൂമിയ സിലബസിന് പുറമെ ഇൽമുൽ അഖീദയും ഇൽമുൽ മന്തിഖും ഇൽമുൽ ഫലഖും പര്യാപ്തമാക്കുന്ന രീതിയിലേക്ക് സിലബസിനെ വിപുലീകരിച്ചു. ഇത് വിദ്യാർത്ഥികൾക്ക് ഗവേഷണ തുല്യമായ പഠനത്തിന് സഹായകമായി. സാമൂഹിക രംഗത്ത് വരുന്ന പുതിയ വെല്ലുവിളികളെ വൈജ്ഞാനികപരമായി തന്നെ നേരിടാൻ പ്രബോധകരെ സജ്ജരാക്കി. പ്രകൃതി സൗഹൃദപരമായ ഗ്രീൻ ക്യാമ്പസുകൾ വായനക്കും ആരാധനകൾക്കും ശാന്തമായ അന്തരീക്ഷമൊരുക്കുന്നു. ഇന്ത്യയിലെ തന്നെ മികച്ച ലൈബ്രറികളിൽ ഒന്ന് ഈ അറിവിന്റെ കേന്ദ്രത്തിന് മാറ്റുകൂട്ടുന്നു. ഇതിലൂടെ ജാമിഅത്തുൽ ഹിന്ദ് സമൂഹത്തിന് നൽകുന്നത് സഹിഷ്ണുതയുള്ള ഒരു വിഭാഗത്തെയാണ്. കാരണം അവർ ലോകത്തെ പഠിച്ചത് വിവേകത്തോടെയാണ്. ഇതര മതങ്ങളെയും സംസ്കാരങ്ങളെയും ബഹുമാനിച്ചുകൊണ്ട് ഇന്ത്യയുടെ മതേതര പൈതൃകം കാത്തു സൂക്ഷിക്കാൻ ഈ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു. അന്ധവിശ്വാസങ്ങൾക്കും തീവ്രവാദ ചിന്തകൾക്കും എതിരായ പ്രതിരോധമുള്ള ഒരു സമൂഹം. ആയത്തിലുള്ള ഇസ്ലാമിക ജ്ഞാനവും ശാസ്ത്രീയ അവബോധവും ഉള്ളതിനാൽ തെറ്റായ വ്യാഖ്യാനങ്ങളെ ചോദ്യം ചെയ്യാനും സമൂഹത്തെ നേർവഴിക്ക് നടത്താനും അവർക്ക് കഴിയുന്നു. ഇത് കേരളീയ സമൂഹത്തിന് വലിയ ഒരു അനുഗ്രഹമാണ്. ഇവർ വിദ്യാഭ്യാസം നേടുന്നതിലൂടെ സ്വന്തം കുടുംബത്തിന് സാമ്പത്തികമായും ധാർമ്മികമായും തുണയാകുന്നു. രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിവിധ മേഖലകളിൽ അവർ തങ്ങളുടെ കർമ്മമണ്ഡലം കണ്ടെത്തുകയാണ്. ഇത് മുസ്ലിം സമുദായത്തിന്റെ മാത്രമല്ല, രാജ്യത്തിലെ മൊത്തത്തിലുള്ള വികസനത്തിന് മുതൽക്കൂട്ടാണ്. അറിവിലൂടെ വെളിച്ചത്തിലേക്ക് എന്നത് ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയയിലൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പ്രസ്ഥാനത്തിന്റെ സ്വപ്നമാണ്. ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് ഒരു ലക്ഷ്യബോധമുള്ള സന്ദേശമാണ്. അറിവിനെ ധാർമ്മികതയിൽ നിന്നും ധാർമ്മികതയെ അറിവിൽ നിന്നും വേർതിരിക്കരുത്. ഈ സമന്വയം പുതിയ ഒരു തലമുറയെയും അതിലൂടെ പുതിയ ഒരു സമൂഹത്തെയും സൃഷ്ടിക്കും. അറിവുള്ള ജനതയുണ്ടാവുക എന്നത് ഓരോ സമൂഹത്തിലെയും അനിവാര്യ ഘടകമാണ്. സമസ്തയിലെ ഈ വിദ്യാഭ്യാസ വിപ്ലവം തുടരുകയാണ്. വിദ്യാഭ്യാസം പൗരന്മാർക്ക് ഉന്നതി നൽകുകയും അതുവഴി രാജ്യത്തിന് കരുത്തു നൽകുകയും ചെയ്യുക എന്നതാണ് ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയയുടെ പരമമായ ദൗത്യം. അറിവിലൂടെ വെളിച്ചത്തിലേക്ക് ജാമിയത്തുൽ ഹിന്ദ് ഒരു പുതിയ സമൂഹത്തിന് പിറവി കൊടുക്കുന്നു.